ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നും പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഗ്രേവിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനായിട്ട് കുറച്ച് തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ച് വെക്കണം. ഞാൻ ഒരു 3 സ്പൂണോ, ഒരു വലിയ സ്പൂണിന് 3 സ്പൂണോ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. അതിലേക്ക് ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 2 കറുകപ്പട്ട, ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്തത്, വലിയ കഷ്ണം ഇട്ട് കൊടുക്കരുത്, മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞു പോകും. പിന്നെ ഒരു 10-15 കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയോ കശുവണ്ടിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് നന്നായിട്ട് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 സ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 4 സ്പൂണ് കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് എണ്ണ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 2 ബേ ലീഫ്, 2 കറുകപ്പട്ട, ഗ്രാമ്പൂ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിനകത്ത് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടെ തന്നെ 2 സവാള കട്ട് ചെയ്തതും 1 തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വഴറ്റുന്നത്. നമ്മൾ കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കാനാണ് നമ്മൾ കുക്കറിനകത്ത് വെച്ചത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിക്കും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. നന്നായിട്ട് എണ്ണ വേണം. നമ്മൾ കറി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് സിമ്മിലിട്ട് വേണം നമ്മളിത് ചെയ്യാന്. കണ്ടതാണ്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആദ്യം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തത് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും. ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു സ്വാദ് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കണ്ടോ, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ? ഇതേ രീതിയിൽ വേണ്ട, ഈ ഒരു രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തിലെ വെള്ളമൊക്കെ വറ്റുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ തേങ്ങയും ചേർത്തതുപോലെ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയ ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. പിന്നെ നമുക്കിത് ഹോട്ടലിൽ നിന്നും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരിതിനകത്തിലെ ബീഫിന്റെയും ചിക്കന്റെയും കുക്ക് ചെയ്ത് വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പൊ അതിന് അതിൻ്റെതായ പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിന് ടേസ്റ്റിലെന്നല്ല, ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കറിക്ക് സാൽനയെന്നും പറയാറുണ്ട് കേട്ടോ. പൊറോട്ട ഗ്രേവിക്ക് സാൽനയെന്നും പറയാറുണ്ട്. അപ്പൊ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. കണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മുടെ ഈ ഗ്രേവി നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. ഈ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് പാത്രത്തിലും വെക്കാവുന്നതാണ്, കുക്കറിൽ തന്നെ വെക്കണമെന്നില്ല. കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്നിട്ട് ഉണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ്, നല്ലൊരു ടേസ്റ്റും നല്ല മണവുമാണ് വരുന്നത്. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മുടെ ഗ്രേവി ഇരിക്കാൻ. അപ്പൊ അതുപോലെ വേണം നമ്മൾ ഇതിനകത്തില് വെള്ളം ചേർത്ത് കൊടുക്കാന്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, പക്ഷെ 2 ഇലയ്ക്കും 2 ടേസ്റ്റാണ്. ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ തീർച്ചയാണ് അതേപോലെ ടേസ്റ്റ് ആണത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.